ഹലോ എവരി വൺ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2009 മോഡൽ ഹോണ്ട CR-Vയുടെ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷനാണ്. നമുക്കൊന്ന് അത് ചെയ്ത് നോക്കാം. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാക്കോട്ട് എന്ന പ്രോഡക്റ്റിൻ്റെ 3 ഈസി സ്റ്റെപ്പാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഓരോന്നായി ചെയ്ത് നോക്കാം. ലൈറ്റിലെ യെല്ലോ കളറാണ് ഈ വൈപ്പിൽ കാണുന്നത്. ഇതുപോലെ വീണ്ടും അടുത്ത ലെയർ എടുത്തിട്ട് വീണ്ടും ചെയ്യണം. ഇതുപോലെ 4 ഉണ്ട്. അടുത്ത ലൈറ്റിൽ വീണ്ടും അപ്ലൈ ചെയ്യണം. 4 ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. ഒരുപാട് എണ്ണം കഴിഞ്ഞായിരുന്നു. ഏരിയയും കൂടെ ഒന്ന് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് സാൻഡ് ചെയ്യും. സ്റ്റെപ്പ് 2 3000 ഉണ്ട്, 2000 അതുപോലെ ഫസ്റ്റ് 2000 തൊട്ട് സാൻഡ് ചെയ്യും. സാൻഡ് ചെയ്യുമ്പോൾ ഫുള്ളി സ്ട്രെയിറ്റ് ലൈൻ മാറ്റി ചെയ്യാൻ കറക്റ്റ് ചെയ്യണം. അതിന് വാട്ടർ വെച്ച് സാൻഡ് ചെയ്യാം. ഇതിനിപ്പോൾ രണ്ട് സൈഡിലും സാൻഡ് ചെയ്യണം. സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്രോ ടവൽ യൂസ് ചെയ്ത് തുടയ്ക്കാം. രണ്ടിലേക്കും പറയാം. അപ്പോൾ ഇത് ഓൾറെഡി ക്ലീൻ ചെയ്തപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല.
കുറച്ചുകൂടി ക്ലീൻ ചെയ്യാനുണ്ട്. കാര്യം പാടുകൾ ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊന്നുകൂടി നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ഒന്നുകൂടി ചെയ്യാം. സെയിമായിട്ട് തന്നെ അപ്പുറത്ത് വെയിറ്റും ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഫുള്ള് ഡ്രൈ ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇനി 2000 മാറ്റിയിട്ട് അടുത്തത് 3000 പേപ്പർ, സാൻഡ് പേപ്പർ 20,000. സെയിം പ്രോസസ്സ് തന്നെ വാട്ടർ. ഇതിനൊക്കെ അടുത്തതായിട്ട് ഇതുപോലെ ചെയ്യണം. അതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. വെച്ചാൽ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ജസ്റ്റ് നന്നായിട്ട് ക്ലിയർ ആവണം. വെള്ളം അത്രയും പോകണം. അത് 2 ലൈറ്റും ഓക്കെ. അടുത്തത് തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പിനുള്ളതാണ് മൂന്നാം സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഗ്ലൗസ് യൂസ് ചെയ്യാം, മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കെമിക്കലാണ്. ഓക്കെ. അടുത്തത് ഈ സ്റ്റിക്കർ ഇളക്കണം. റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ബ്ലോവർ യൂസ് ചെയ്ത് ഒന്ന് ക്ലീൻ. ഇതുപോലെ തന്നെ ഇപ്പുറ സൈഡ് ക്ലീൻ ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് ചെയ്യാം.
പെയിൻറ്റിൽ തട്ടാതെ സൂക്ഷിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ കാറ് ഓടിക്കാൻ പാടില്ല. 1 മണിക്കൂറെങ്കിലും ഗ്യാരേജിൽ കീപ്പ് ചെയ്യണം വണ്ടി. ഈ ലൈറ്റിലും അതുപോലെ തന്നെ അതേപോലെ സ്ലോലി ഒന്ന് ചെയ്യണം. മാറ്റം നന്നായിട്ട് കാണാം. അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആദ്യം കണ്ടു കാണും ലൈറ്റിൻ്റെ ആദ്യത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നോക്കൂ. ഓക്കെ, ഇതൊരു 2009 മോഡൽ ഹോണ്ട CR-V ആണ്. ലൈറ്റ് വളരെ മങ്ങിയതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം യൂസ്ഫുള്ളാണ് എല്ലാ വണ്ടികൾക്കും. ഇപ്പോൾ നോക്കൂ എന്താണ് ക്ലിയർ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു എവരിവൺ.